തരികിട പണികൾ അറിയാവുന്ന ഒരു ബുദ്ധിരാക്ഷസിയാ എന്റെ ചേച്ചി. ദേ, എന്റെ ചേച്ചിയെ കണ്ടുപഠിച്ച എത്ര വലിയ ശുദ്ധാത്മാക്കളും ഒന്നാന്തരം ക്രിമിനലുകളായി മാറും. എനിക്ക് സമ്പാദിക്കണം 10 പുത്തൻ. ഞാൻ ചേച്ചി ശിക്ഷപ്പെടാൻ പോവുക. ചേച്ചി, അവളെ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? എന്തെങ്കിലും പറഞ്ഞ് അവളെ പറഞ്ഞു വിടുക ചേച്ചി, ഇല്ലെങ്കിൽ പണി പാളും. നീ എങ്ങോട്ടടി? ഞാൻ അച്ഛന് മരുന്ന് കൊടുക്കാൻ. അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ടെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? നിന്റെ സേവനം അടുക്കളയിൽ മതിയെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞു. മരുന്ന് കൊടുക്കാനാ അമ്മേ. മരുന്ന് കഴിക്കാൻ വലിയ മടി അച്ഛന്. കുട്ടികളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്ന പോലെ എന്തൊക്കെ പറഞ്ഞിട്ടാന്നറിയോ ഞാൻ അച്ഛനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്നേ? ഇന്ന് ഞാൻ മരുന്ന് കൊടുത്തോളാം. ദേ, ഗോപിയേട്ടൻ നല്ല ഉറക്കത്തിലാ. അമ്മേ, ഞാൻ കൊടുത്തോളാം. മരുന്ന് കഴിക്കാതെ അച്ഛന്റെ അസുഖം മാറുമോ? മരുന്ന് കൊടുക്കാൻ മാത്രം അമ്മ സമ്മതിച്ചാ മതി. ചേച്ചി, ചേച്ചി കൊടുത്താൽ അളിയും മരുന്ന് കഴിക്കില്ലാന്ന്. അപ്പൊ അളിയന്റെ ബിപിയുടെയും ഷുഗറിന്റെ ഒക്കെ മരുന്ന് നീയാണ് ഇത്ര കാലം കൊടുത്തിരുന്നത്, ചേച്ചിയല്ലേ? എന്തെങ്കിലും അവസരം മുതലാക്കി അളിയന്റെ അടുത്തേക്ക് പോണം. എന്നിട്ട് എല്ലാവരുടെയും കണ്ണു തെറ്റുന്ന തക്ക നോക്കി കൊന്നു കളയണം. നിന്റെ തനിനിറം മനസ്സിലായതുകൊണ്ട് തന്നെയാ അളിയനെ നോക്കാൻ ഞങ്ങൾ ഹോം നേഴ്സിനെ വെച്ചത്. അയാള് ഡ്യൂട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നിന്റെ ഒരു സേവനവും അളിയന് ആവശ്യമില്ല, മനസ്സിലായ? പ്രതാപൻ സാർ ഇപ്പൊ എന്താ പറഞ്ഞത്? ഹോം നേഴ്സോ? അതെ, വന്നു. അയാൾ അയാളുടെ ജോലിയും തുടങ്ങി. എന്റെ ദേനൂരമ്മ, നീ എങ്ങോട്ടായി പോന്നേ? നിന്നോട് അടുക്കളയിൽ പോകാനല്ലേ പറഞ്ഞത്? പോയി അങ്ങോട്ട്. എടി, പോകാനല്ലേ പറഞ്ഞേ? ചേച്ചി പിടിക്കോ? അയ്യോ, എന്താ കാണിക്കുന്നേ? വേണ്ട, തന്നേ. തന്നേ, വിട. താൻ എന്താടോ നോക്കി നിൽക്കുന്നേ? ഇതേ ഈ വീട്ടിലെ അടുക്കളക്കാരിയാ. കൊടുക്ക്, അവളുടെ ചെവിക്കല്ലിനിട്ട് 2 എണ്ണം കൊടുക്ക്. എന്തുവാണ് നീ കാണിച്ചേ? വേണ്ട, എന്നോട് കൈ ഓർക്കൊന്നും വേണ്ട. ചട്ടുകം പിടിക്കുന്ന കയ്യേ ഇത്. ഒന്ന് പൊട്ടിച്ചാലേ നല്ല ചൂടുണ്ടാവും. കുത്തിവെക്കാനുള്ള മരുന്നൊന്നും ഡോക്ടറുടെ കുറിപ്പടിയിലില്ലല്ലോ. ഗുളികകൾ മാത്രല്ലേ ഡോക്ടർ എഴുതി തന്നിട്ടുള്ളൂ. പിന്നെ എന്തിനാ ഈ മരുന്ന് കുത്തിവെക്കുന്നത്? അതെന്തിനാടി നീ അറിയുന്നേ? വേണ്ട പ്രതാപ, അവളുടെ ഒരു സംശയമല്ലേ. മറുപടി പറയാതെ നമ്മൾ ഉടക്കാൻ നിന്നാ ഇവളെല്ലാവരോടും പറയാൻ പോകുന്ന കഥ വേറെ ആയിരിക്കും. ഈ മരുന്ന് എന്തിനാ കുത്തിവെക്കുന്നതെന്നല്ലേ നിന്റെ ചോദ്യം? ദേ, ഡോക്ടറുടെ നമ്പറാ. കോൾ ചെയ്ത് നീ തന്നെ ഡോക്ടറോട് ചോദിക്ക്, എന്തിനാ മരുന്ന് കുത്തിവെക്കാൻ പറഞ്ഞതെന്ന്. ഡോക്ടർ നിന്നോട് പറഞ്ഞാ നിനക്ക് മനസ്സിലാവുമല്ലോ. കാരണം അയാളെക്കാളും വലിയ ഡോക്ടറല്ലേ നീ. ദാടി, വിളിച്ച് സംസാരിക്ക.
ഹോം നഴ്സ് ചാർജ് എടുത്ത ആദ്യം പേഷ്യന്റിനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ച് ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കും. ഗോപിയേട്ടനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മരുന്നാണ് അത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? 20,350 രൂപയുടെ ഇഞ്ചക്ഷൻ അത്. നിന്റെ നെകളിപ്പ് കാരണം ആ കാശ് പോയി കിട്ടി. ആ കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ പിടിക്കും. എന്താടി നോക്കി നിൽക്കുന്നത്? ഇറങ്ങി പോടി. പോരല്ലേ പറഞ്ഞത്? ഇല്ല, ഞാൻ പോവില്ല. ഒന്നുകിൽ ഇയാൾ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ വിശാൽ സാർ ഇവിടെ വരണം. എന്നിട്ട് തീരുമാനിക്കാം ഞാൻ പോണോ വേണ്ടോ എന്നൊക്കെ. ചേച്ചി പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? അത്രയ്ക്ക് ധിക്കാരായോ നിനക്ക്? ധിക്കാരമല്ല ഇത്, അധികാരം. ഈ കുടുംബത്തിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. ആ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന കഥയെ വേറെയാവും. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, മുങ്ങുന്നതാണ് ബുദ്ധി. മാഡം, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. ഇത്രയും അധികാരമുള്ള ഒരാൾ ഈ വീട്ടിലുള്ളപ്പോ അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു മാഡം. ഇതിന് നീ അനുഭവിക്കും. പറയുന്നതേ ഈ പ്രഭാവതിയാ. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൽ കൂടുതൽ ഇനി എന്തനുഭവിക്കാനാ? പ്രതാപ, വാ. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛന്റെ ജീവന് കാവലായി ഞാൻ ഉണ്ടാവും. ഇതൊന്നും ഓർത്ത് മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കല്ലേ. അയ്യോ, ഞാൻ മറന്നുപോയി. അച്ഛനെ മരുന്നെടുത്ത് തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. വെള്ളം കുടിക്കാൻ. അച്ഛൻ ഉറങ്ങിക്കോ. ഹലോ. ഹലോ ഏട്ടാ, ഇത് ഞാനാ. ഞാനോ? ഞാനെന്ന് പറഞ്ഞ? അതെ ഏട്ടാ, ഞാൻ തന്നെയാ. ഫോൺ വിളിക്കുന്ന ആള് പേര് പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ തുടങ്ങാൻ. ഞാനാ, പല്ലവിയാ. പാർവതി ചേച്ചിയുടെ. ഓ, പല്ലവി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങൾ കുറെ പറയാനുണ്ട് ഏട്ടാ. ചേച്ചി എവിടെ? ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? പാർവതി. പാർവതി, പല്ലവിയാ ഫോണില്. പല്ലവിയോ? സംസാരിക്ക. ഹലോ പല്ലവി. നിനക്കിപ്പ എന്നൊന്നും വേണ്ടല്ലോ. വലിയ കാശുകാരിയല്ലേ. ഞങ്ങളൊക്കെ പാവങ്ങളും. ഇടയ്ക്ക് ഇങ്ങോട്ടേക്കൊന്ന് വരുന്നത് കൊണ്ട് നിന്റെ വില കൂടിയ ചെരുപ്പ് തേഞ്ഞു പോവോ? എനിക്ക് അത്രയും ദൂരമൊന്നും ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ മോളെ. ഏത് ബസ്സിൽ കയറണമെന്ന് പോലും അറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വരിക?
ബസ്സിൽ കയറി വരാനോ? കോടീശ്വരന്റെ ഭാര്യ ബസ്സിലൊക്കെ കയറി വരുവോ? വിശാലേട്ടനോട് പറഞ്ഞ വിശാലേട്ടൻ ഇവിടെ കാറി കൊണ്ടുവിടില്ലേ? ആ, ഞാൻ പറഞ്ഞ എന്നെ അവിടെ കൊണ്ട് വിടുകയൊക്കെ ചെയ്യും. പക്ഷേ വലിയ തിരക്കുള്ള ആളല്ലേടി, ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? സ്വന്തം ഭർത്താവല്ലേ? ആ, അതൊക്കെ വിട്. അമ്മയും മുത്തശ്ശനൊക്കെ എന്തു പറയുന്നു? അത് പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. മുത്തശ്ശന് ഒട്ടും വയ്യടി. മുത്തശ്ശൻ എന്തു പറ്റി? പല പല സൂക്കേടുകളാ. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ മരുന്ന് കഴിക്കാൻ സമയം കിട്ടണ്ടേ? ഉത്സവത്തിന്റെ തിരക്കല്ലേ. അങ്ങനെ സൂക്കേട് അധികമായി. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ചേച്ചിയെ ഫോൺ വിളിച്ചറിയിക്കാൻ എന്റെ കയ്യില് ഫോൺ വേണ്ടേ? അമ്മയോട് പറഞ്ഞ വാങ്ങി തരത്തുമില്ല. എന്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കായിരുന്നല്ലോ. ചേച്ചിക്ക് എന്റെ കൂട്ടുകാരി സുരഭിയെ അറിയില്ലേ? അവളുടെ ഫോണിൽ നിന്നാ ഞാനീ വിളിക്കുന്നേ. 100 വട്ടം കെഞ്ചിട്ടാ അവള് ഫോൺ വിളിക്കാൻ തരുക. സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ടി വരുവോ? നീ എന്തൊക്കെയായി പറഞ്ഞത്? പയറുപോലെ ചാടി ചാടി നടക്കുന്ന തിരുമേനിക്ക് അസുഖമാണെന്നോ? ഞാൻ നിനക്ക് ഫോൺ തരില്ലെന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ചേച്ചി എനിക്കൊരു ഫോൺ വാങ്ങി തരത്തുള്ളൂ. ഹോം നഴ്സ് വന്ന കാര്യം വിശാൽ സാറിനെ അറിയിക്കണോ? വേണ്ട, പിന്നീടാവാം. നീ എന്താ ആലോചിക്കുന്നേ? പല്ലവി എന്താ പറഞ്ഞേ? മുത്തശ്ശന് ഒട്ടും വയ്യാന്ന്. ഉത്സവ സമയമായതുകൊണ്ട് ജോലി കൂടുതലുണ്ടാവും. തനിക്ക് അവിടെ പോണമെന്നുണ്ടോ? പോകാം. ആദ്യം അച്ഛനൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ, എന്നിട്ടാവാം മറ്റു കാര്യങ്ങള്. ആഹാ, കള്ളോർക്കായിരുന്നോ? അച്ഛന് വിശപ്പ് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടി കഴിയട്ടെ അല്ലേ? അച്ഛാ, വിശാൽ സാറ് വന്നിട്ടുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ അദ്ദേഹം എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് സമാധാനത്തില് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി. ആ നഴ്സിനെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് നിർബന്ധമായും ഒരു തീരുമാനം ഉണ്ടാവണം അച്ഛാ. അച്ഛാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എന്റെ പേരിൽ എഴുതി തന്ന സ്വത്തുവകകളൊക്കെ അമ്മയുടെ പേരിലേക്ക് മാറ്റാൻ കഴിയുമോ? എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു. പക്ഷേ വിശാൽ സാറ് സമ്മതിക്കുമെന്നറിയില്ല. സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട അച്ഛാ. അച്ഛൻ ജീവനോടെ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. ഞാൻ പോയിട്ട് അച്ഛന് കഴിക്കാനുള്ള ആഹാരം എടുത്തിട്ട് വരാം. ആഹാ, വിപിനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ. ടൂർ കഴിഞ്ഞ് വരുമെന്ന്
വിശാൽ സാറ് പറഞ്ഞായിരുന്നു. പുതിയ ഓഫീസ് ബ്രാഞ്ചും കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കായി പോയി. ആ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞറിഞ്ഞു. അച്ഛനെങ്ങനെയുണ്ട്? ആ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിപിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ പാർവതി? എനിക്ക് ഒരു ഉപകാരം ചെയ്യാമോ? അതെന്ത് ചോദ്യമാ? ആജ്ഞാപിച്ച പോരെ. അനുസരിക്കണ്ടേ ഈ ദാസൻ റെഡി. ഞാനിപ്പോ വരാവേ. ആ ആ വിപിനെ, ഇതാ ഇതില് 25,000 രൂപയുണ്ട്. എനിക്കെന്തിനാ ഈ രൂപ? ഇത് വിപിനല്ല, ഒരു ഫോൺ വാങ്ങിക്കണം. എന്നിട്ടത് പല്ലവിക്ക് എത്തിച്ചു കൊടുക്കണം. അടുക്കളക്കാരിക്ക് കിട്ടിയ ശമ്പളത്തിന്നാ. അത്രേ ഉള്ളോ? അതിന് പാർവതി പൈസ തരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. അങ്ങനെയല്ല വിപിൻ സാറേ, പാറു അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് ഫോൺ വാങ്ങിയാൽ അത് പാറുവിന് ഒരു അഭിമാനമല്ലേ? സാധാരണ ഫോൺ പോരാ, സ്മാർട്ട് ഫോൺ തന്നെ മേടിക്കണം. വിപിൻ സാറ് നമ്മുടെ ടീമല്ലേ? ടീമോ? എന്ത് ടീം? ഈ വീട്ടിലെ ആളുകളെ ഞാൻ രണ്ടായി തിരിച്ചിട്ടുണ്ട്. കൗരവപ്പടയും പാണ്ഡവപ്പടയും. മണിക്കുട്ടാ, ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. ഇവിടെ അങ്ങനെ വേർതിരിവൊന്നും വേണ്ട. മണിക്കുട്ടൻ പറയട്ടെ പാർവതി. ആ എന്നിട്ട് ടീമംഗങ്ങൾ ആരൊക്കെയാ? കൗരവപ്പടയിൽ അമേരിക്കൻ കുശുംബിത്തള്ള, പ്രഭാവതി, വിനയ്, പ്രതാപൻ, ജാസ്മിൻ, ജതിൻ. പാണ്ഡവപ്പടയിൽ ഞാനും പാറുവും, പിന്നെ ഗാർഗി, ചെറിയമ്മ, വിപിൻ സാർ. ദേ മണിക്കുട്ടാ, നീ ഒന്നും മിണ്ടാതിരുന്നേ. അല്ല മണിക്കുട്ട, ഈ പാണ്ഡവരും കൗരവരും ഉള്ളപ്പോ ശ്രീകൃഷ്ണൻ വേണ്ടേ? അതാരാ? വിശാൽ സാറാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. വെരി ഗുഡ്. നിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടം മണിക്കുട്ട. സന്തോഷം. ദാ ഇത് വിപിൻ വാങ്ങൂ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഫോൺ അവൾക്ക് എത്തിക്കാൻ നോക്കണേ. മണിക്കൂറുകൾക്കുള്ളിൽ ഫോൺ പല്ലവിയുടെ കയ്യിൽ എത്തിയിരിക്കും. പക്ഷേ അവളത് ദുരുപയോഗം ചെയ്യുമെന്നാ എന്റെ സംശയം. അതെന്താ അങ്ങനെ ഒരു സംശയം? ആ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, തിരിച്ചറിവ് കുറവാ, അതുകൊണ്ട് പറഞ്ഞതാ. ഏയ് അല്പം കുസൃതി കൂടുതലാണെന്നേ ഉള്ളൂ. അവളൊരു പാവ വിപിനെ. പിന്നെ പഞ്ചപാവല്ലേ. കയ്യിലിരിപ്പ് ഉദ്ദേശവും എനിക്കല്ലേ അറിയൂ. അതെ, ഇത് മറ്റാരും അറിയണ്ട. തൽക്കാലം വിശാൽ സാർ പോലും അറിയണ്ട. ഞാൻ പൈസ തന്നു എന്നറിഞ്ഞ എന്നെ വഴക്കു പറയും. അതൊന്നും വിപിൻ സാറിനോട് പറയേണ്ട കാര്യമില്ല പാറു. ശരി മണിക്കുട്ടാ വാ. അങ്കിളും ആന്റിയും വീണ്ടും തോറ്റില്ലേ? തോൽവിയുടെ ഒരു പരമ്പര തന്നെ ഫേസ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാളും. നിങ്ങളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ ആദ്യം കൊല്ലേണ്ടതേ മുക്കാലും ചത്ത അയാളെയല്ല, അവളെയാ, ആ പാർവതിയെ. ഓഹ്, ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറെയായി. എന്നിട്ടും അങ്കിളുടെ ആന്റിയുടെ തലയിൽ കേറുന്നില്ലല്ലോ. ഒരു ടിപ്പർ ലോറിക്കാരനെ ഏർപ്പാട് ചെയ്താ മതി. അവള് മാർക്കറ്റിൽ പോകുമ്പോ അയാള് നൈസായിട്ട് അവളുടെ നെഞ്ചത്തൂടെ വണ്ടി ഇറക്കിക്കോളും. ആ ലോകത്തിലെ സകല ഗുണ്ടകളെയും പരിചയമുണ്ടെന്ന് അങ്കിൾ പറഞ്ഞിട്ടോ? കൊട്ടേഷൻ കൊടുക്കാൻ ആരുമില്ല. അതെ, ഗുണ്ടകളെ പരിചയമില്ലെങ്കിൽ പറ, ഞാൻ ശരിയാക്കി തരാം. പ്രഭാവതി ഒന്ന് വിരൽ ഞൊടിച്ചാൽ നല്ല എണ്ണം പറഞ്ഞ ഗുണ്ടകൾ ഇവിടെ പറന്നെത്തും. പക്ഷേ ചത്തത് കീചകനെങ്കിൽ
കൊന്നത് പ്രഭാവതിയാണെന്ന് വിധി എഴുതും ഇവിടെ ചിലര്. കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനൊന്നും അല്ല എന്റെ പ്ലാൻ. എന്റെ മനസ്സിൽ എനിക്കൊരു കണക്കുകൂട്ടലുണ്ട്. അവിടം വരെ കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് അവളെ കൊല്ലണമെന്നൊന്നുമില്ല. ചാടി വീണ് അലമ്പുണ്ടാക്കാതിരിക്കാൻ നോക്കിയാൽ മാത്രം മതി. അതിന് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടാണോ അവൾ ചാടി വീണ് അലമ്പുണ്ടാക്കുന്നത്? അവൾ അടുക്കളയിലും നമ്മൾ ഗോപികളിന്റെ അടുത്തും. ആ ഹോം നേഴ്സ് അയാളുടെ കയ്യിലുള്ള സിറിഞ്ച് കുത്തിയിറക്കാൻ തുടങ്ങിയപ്പോ തന്നെ അവൾ വന്നു. ആരോ പറഞ്ഞു വിട്ടതുപോലെ. പോലെയല്ല, അവളെ പറഞ്ഞു വിട്ടത് തന്നെയാണെങ്കിലോ? ആര്?